കളിയരങ്ങിൻ്റെ ഓഗസ്റ്റ് മാസപരിപാടി രണ്ടാം പരിപാടിയായിട്ടാണ് നമ്മളിന്ന് ഈ പുസ്തക പ്രകാശനം പുസ്തക പരിചയം ഇവിടെ നടത്തുന്നത്. ഇത് പറയുമ്പോൾ കളിയരങ്ങ് കഴിഞ്ഞ വർഷമാണ് 2 പുസ്തകങ്ങൾ, ഒന്ന് നളചരിതം ഇന്ന് ഡോക്ടർ അജയകുമാർ, അതേപോലെ തന്നെ ശബ്ദവും ശരീരവും ഡോക്ടർ മനോജ് കുറൂർ, ഈ 2 പുസ്തകങ്ങളുടെ പ്രകാശനം നമ്മൾ കോട്ടയത്ത് കളിയരങ്ങിൽ വെച്ച് നടത്തുകയുണ്ടായി. ഈ പുസ്തകങ്ങളുടെ പ്രകാശനത്തിന് നമ്മൾ മുതിരുമ്പോൾ നമ്മൾ പ്രധാനമായും പരിഗണന കൊടുത്തിരുന്നത് ഈ 3 പുസ്തകങ്ങളുടെയും ഇന്നിവിടെ പ്രകാശനം അല്ലെങ്കിൽ പരിചയപ്പെടുത്തപ്പെടുന്ന ഹിന്ദു കെമിസ്ട്രി, ഭരതാർണവം, അതുപോലെ തന്നെ യുക്തിഭാഷ, ഈ 3ൻ്റെയും പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ കളിയരങ്ങ് മെമ്പർമാരാണ്. ആ ഒരു പരിഗണനയിലാണ് നമ്മൾ ഈ പരിപാടി അറേഞ്ച് ചെയ്തു തുടങ്ങിയത്. പക്ഷേ ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, സത്യത്തിൽ ഇതുപോലൊരു ചടങ്ങിൽ പ്രകാശനം ചെയ്യപ്പെടേണ്ട പുസ്തകങ്ങളല്ല ഇവയൊക്കെ. അത്രത്തോളം കലാമൂല്യവും സാഹിത്യമൂല്യവും ഉള്ള 3 പുസ്തകങ്ങളാണിത്. പ്രത്യേകിച്ച് അക്കാദമിക രംഗത്ത് വളരെയേറെ ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന 3 പുസ്തകങ്ങൾ. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഈ 3 പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കോട്ടയത്ത് SPCS ആണ്. കഴിഞ്ഞ 2 പുസ്തകങ്ങളുടെ പ്രകാശനവും അന്നും SPCSൻ്റെ പുസ്തകങ്ങളാണ് നമ്മളിവിടെ പ്രകാശിപ്പിച്ചത്. കോട്ടയത്തെ ഒരു കലാ സാംസ്കാരിക സെക്രട്ടറിയെ സംബന്ധിച്ച് SPCS എന്നത് കോട്ടയത്ത് സാഹിത്യ പ്രേമികളുടെയൊക്കെ ഒരു വികാരമാണ്. അപ്പോൾ SPCSുമായി സഹകരിച്ച് ഇങ്ങനെ ഒരു പുസ്തക പ്രകാശനം നടത്താൻ സാധിക്കുന്നു എന്നത് കളിയരങ്ങ് വളരെ അഭിമാനപൂർവ്വം സ്മരിക്കുകയാണ്. അതിന് കാരണക്കാരനായത് ഒന്ന് SPCSൽ മുൻപ് പ്രസിദ്ധീകരണ വിഭാഗത്തിലുണ്ടായിരുന്ന രാധാകൃഷ്ണ വാര്യർ, അതേപോലെ തന്നെ PK ഹരികുമാർ സാറ്, ഇവരൊക്കെ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ SPCS വഴി പുറത്തിറക്കുന്നതിൽ വളരെയേറെ ശുഷ്കാന്തി കാണിക്കുന്ന കൂട്ടത്തിലാണ്. പുസ്തകത്തിൻ്റെ വിൽപ്പനയല്ല, അതിൻ്റെ കലാമൂല്യവും അല്ലെങ്കിൽ സാഹിത്യ മൂല്യവുമാണ് ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ SPCS മുൻകൈ എടുക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഒത്താശകൾ നമ്മളെ പോലെയുള്ള സംഘടനകൾ ചെയ്തു കൊടുക്കേണ്ടതാണ്. ആ ഒരു ഉത്തരവാദിത്വം കൂടി കളിയരങ്ങ് ഏറ്റെടുക്കുകയാണ്. ഇന്ന് ഈ സമയത്ത് ഇത്രയും ആൾക്കാർ ഒരു പുസ്തക പ്രകാശനത്തിന് വേണ്ടി വന്നുകൂടി എന്നത് നമ്മളെയൊക്കെ ആഹ്ലാദിക്കുന്നതാണ്. ഞാൻ അധികം നീട്ടുന്നില്ല, കാരണം അരമണിക്കൂർ ഇപ്പോൾ തന്നെ വൈകിയിട്ടുണ്ട്. സ്വാഗതം പറയുക എന്ന ചടങ്ങിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ശ്രീ PK ഹരികുമാർ സാറിനെയാണ്. SPCS ഇടയ്ക്കൊരു കാലത്ത് പ്രവർത്തനം വളരെ മന്ദീഭവിച്ചിരുന്ന സമയത്ത് അതിൻ്റെ സാരഥ്യം ഏറ്റെടുത്ത് ഇപ്പോൾ ഒരു നവജീവൻ ആ പുസ്തക പ്രസിദ്ധീകരണശാലയ്ക്ക് കൈവന്നിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്നത് വാഗ്മിയും കലാപ്രവർത്തകനും സാഹിത്യകാരനുമായ ശ്രീ PK ഹരികുമാർ സാറാണ്. അദ്ദേഹത്തെ കളിയരങ്ങ് വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ ഇന്ന് നമ്മൾക്ക് ഇവിടെ അതിഥിയായി എത്തിയിരിക്കുന്നത് കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ അനന്തകൃഷ്ണൻ സാറാണ്. അഭിനയത്തെ പറ്റി ഉള്ള ഭരതാർണവം എന്ന പുസ്തകത്തിൻ്റെ ഒരു പ്രകാശനത്തിന് വേണ്ടി വളരെ സന്തോഷത്തോടു കൂടി കളിയരങ്ങിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന പ്രൊഫസർ ഡോക്ടർ അനന്തകൃഷ്ണൻ സാറിനെ കളിയരങ്ങിൻ്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പുസ്തകങ്ങൾ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഒന്ന് ഡോക്ടർ ജയചന്ദ്രനാണ്. ജയചന്ദ്രന് കളിയരങ്ങനുമായിട്ടുള്ള ബന്ധം ഇവിടെ കൂടിയിരിക്കുന്നവർക്കെല്ലാം അറിയാം. നമ്മളുടെ പള്ളം ചന്ദ്രൻ ചേട്ടൻ്റെ മകൻ ആണെന്നുള്ളത്. പക്ഷേ ആ ഒരു പരിഗണന വെച്ചല്ല ഇന്ന് ജയചന്ദ്രൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇങ്ങനെയൊരു പുസ്തകം, പ്രത്യേകിച്ച് സുരേഷ് കുമാർ അതിൻ്റെ വിവർത്തനം
നടത്തിയിരിക്കുന്ന ഹിന്ദു കെമിസ്ട്രി എന്ന പുസ്തകം, ഇത് പരിചയപ്പെടുത്താൻ ആരെ വിളിക്കണം എന്നത് വളരെ ഏറെ ആലോചിച്ചാണ് നമ്മൾ തീരുമാനിച്ചത്. കാരണം ഇങ്ങനൊരു വിഷയം അവതരിപ്പിക്കാൻ കെൽപ്പുള്ള ഒരാൾ വേണം. പ്രകാശനം നമുക്ക് വളരെ നിസ്സാരമായി നടത്താവുന്നതേ ഉള്ളൂ, ആരെങ്കിലും ഒരാൾ മേടിച്ച് പ്രകാശിപ്പിക്കുക. പക്ഷേ അതല്ല, ഈ പുസ്തകത്തെ ഒന്ന് പരിചയപ്പെടുത്താൻ കഴിവുള്ള ഒരാളെ തന്നെ അതിനെ കണ്ടെടുക്കണം എന്ന് ആലോചന വന്നപ്പോഴാണ് ഒരു അധ്യാപകനും പ്രത്യേകിച്ച് സയൻസ് അധ്യാപകനും കൂടിയായ ശ്രീ ജയചന്ദ്രൻ, ഇപ്പോൾ അദ്ദേഹത്തിന് പുതിയ ചുമതല മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ ഇൻ ചാർജാണ്. അതുകൂടാതെ ജയചന്ദ്രനെ ഇതിനു വേണ്ടി വിളിക്കാൻ മറ്റൊരു കാര്യമുള്ളത്, യൂണിവേഴ്സിറ്റിയുടെ ഒരു സംഗീത വിഭാഗം, ആ സംഗീത വിഭാഗത്തിൻ്റെ ഡയറക്ടർ കൂടിയാണ് ശ്രീ ജയചന്ദ്രൻ. ഇവരുമായി സഹകരിച്ചാണ് 2 മാസം മുമ്പ് നമ്മൾ ശ്രീവത്സഞ്ജയ മേനോനും മനോജ് ഗുരുവും ചേർന്ന് കേരളത്തിൻ്റെ താളവാദ്യങ്ങളെ പറ്റി ഒരു ക്ലാസ് എടുത്തത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കാണിക്കുന്ന ജയചന്ദ്രനെ കളിയരങ്ങിൻ്റെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഇനിയൊന്നുള്ളത്, ഈ പുസ്തകം ഏറ്റുവാങ്ങുവാൻ വേണ്ടി ഭരതാർണവം എന്ന നന്ദികേശന്റെ പുസ്തകം ഏറ്റുവാങ്ങാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് പ്രശസ്ത നർത്തകി, അധ്യാപിക ഡോക്ടർ കലാമണ്ഡലം സുഗന്ധി ടീച്ചറാണ്. ഇതിനുവേണ്ടി തന്നെ ഇത്ര ദൂരം യാത്ര ചെയ്ത് ഇവിടെ എത്തിച്ചേർന്നത് സുഗന്ധി ടീച്ചറോട് കളിയരങ്ങിന് വളരെയേറെ നന്ദിയുണ്ട്. ഇങ്ങനെയൊരു പുസ്തകം ഏറ്റുവാങ്ങാൻ ഇതിനേക്കാൾ ഉചിതമായ കൈകളില്ല എന്നത് സജനീവിന്റെ ഒരു നിർബന്ധം കൂടിയായിരുന്നു. പ്രത്യേകിച്ച് അതിൻ്റെ ആമുഖം അവതാരിക എഴുതിയിരിക്കുന്നത് സുഗന്ധി ടീച്ചറാണ്. അവതാരികയും ആമുഖവും മാത്രം വായിച്ചാൽ തന്നെ ആ പുസ്തകത്തിലേക്ക് എത്രത്തോളം ഇവര് ഇറങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാവും. അതിനപ്പുറത്തേക്ക് വായിച്ചു പോകണമെങ്കിൽ ഇതിൻ്റെ പ്രയോക്താക്കൾക്ക് കൂടുതൽ സാധിക്കുകയുള്ളൂ. എന്നാൽ അതിൻ്റെ സത്ത മുഴുവൻ ആ ഒരു അവതാരികയിൽ സുഗന്ധി ടീച്ചർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സുഗന്ധി ടീച്ചറെ സന്തോഷത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഭരതാർണവം എന്ന പുസ്തകം പരിചയപ്പെടുത്തുന്നത് യുവ നർത്തകിയും നൃത്ത ഗവേഷകയും ആയ ശ്രീമതി രേഷ്മയാണ്. രേഷ്മ കലാമണ്ഡലം സുഗന്ധി ടീച്ചറുടെ കീഴിലും രാജശ്രീ വാര്യരുടെ കീഴിലും ഒക്കെ നൃത്ത ഗവേഷണം നടത്തുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു യുവ നർത്തകിയാണ്. ഔദ്യോഗികമായി അവർ വാടൂർ NSS കോളേജിലെ സംസ്കൃതം അധ്യാപികയാണ്. രേഷ്മയെ സ്നേഹപൂർവ്വം കളിയരങ്ങിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനിയൊന്നുള്ളത്, ഈ പുസ്തക രചയിതാക്കളാണ്. ഹിന്ദു കെമിസ്ട്രി, ഈ പുസ്തകങ്ങളെല്ലാം തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഭാരതീയ പാരമ്പര്യത്തെ പറ്റി ഉള്ള പുസ്തകങ്ങളാണ്. പ്രൊഫസർ PC റേയുടെ ഈ പുസ്തകത്തിന്റെ ഹിന്ദു കെമിസ്ട്രി എന്ന ഈ പുസ്തകത്തിന്റെ പരിഭാഷ നിർവഹിച്ചിരിക്കുന്നത് NSS കോളേജിലെ റിട്ടയേർഡ് ചരിത്ര അധ്യാപകനായ ശ്രീ EB സുരേഷ് കുമാറാണ്. അദ്ദേഹം വളരെയേറെ പണിപ്പെട്ടിട്ടാണ് ഇതിൻ്റെ പുസ്തകം പൂർത്തീകരിച്ചതെന്ന് ആ പുസ്തകം ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യാൻ അല്ലെങ്കിൽ അതിനെപ്പറ്റി പരിചയപ്പെടുത്താൻ സംബന്ധിച്ചതിന് കളിയരങ്ങ് മെമ്പർ കൂടിയായ സുരേഷിനെ കളിയരങ്ങ് നന്ദിയുണ്ട്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. സജനീവിനെ പറ്റി കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കളിയരങ്ങ് വേദികളിൽ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഈ രംഗത്തുള്ള പ്രാഗൽഭ്യം നമ്മളൊക്കെ നേരിട്ടറിഞ്ഞിട്ടുള്ളതാണ്. ഇനി കൂടുതൽ എന്തെങ്കിലും പറയണമെങ്കിൽ ആ പുസ്തകത്തിന്റെ അവതാരികയിൽ സുഗന്ധി ടീച്ചർ പറഞ്ഞത് മാത്രം ഒന്ന് വായിച്ചാൽ മതി. കാരണം ഇവരെ പോലെയുള്ളവർ പോലും ഇത്ര സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കാണുന്ന ഒരാൾ ആണ് കളിയരങ്ങിന്റെ മെമ്പർ കൂടിയായ ശ്രീ സജനി വിദ്യുത്താൻ. അദ്ദേഹത്തിന്റെ ദീർഘനാളത്തെ ഗവേഷണത്തിന്റെ ഫലമാണ് ഈ വിവർത്തനം. നന്ദികേശന്റെ 2 പുസ്തകങ്ങളാണ് അറിയപ്പെടുന്നത്. അതിൽ ഭരതാർണവത്തിന് ആദ്യമായാണ് ഒരു മലയാള പരിഭാഷ എന്നാണ് അറിയുന്നത്. അതിന് ഒരു കോട്ടയംകാരൻ തന്നെ മുൻകൈയെടുത്ത് ഇറങ്ങി എന്നത് നമുക്കൊക്കെ പരിചയനായ ശ്രീ സജനി വിദ്യുത്താനമാണെന്ന് നമുക്ക് സന്തോഷം പകരുന്നു. സജനീവിനെ വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി യുക്തിഭാഷ
ജ്യേഷ്ഠദേവന്റെ ഈ പുസ്തകങ്ങളൊന്നും തന്നെ നമ്മളുടെ സാധാരണ വായനക്കാരുടെ ശ്രദ്ധയിൽ ഇങ്ങനൊരു ചടങ്ങ് വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ പെടാതെ പോകുമായിരുന്ന പുസ്തകങ്ങളാണ്. അതിൽ എനിക്ക് തോന്നുന്നത് യുക്തിഭാഷ എന്ന ആ ജ്യേഷ്ഠദേവന്റെ പുസ്തകത്തിന്റെ വ്യാഖ്യാനം ഡോക്ടർ രാജശേഖരൻ പി വൈക്കം അദ്ദേഹം ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ ഈ ഒരു തലമുറയോടുകൂടി തന്നെ അല്ലെങ്കിൽ അവരുടെ തലമുറയോട് തന്നെ അപ്രത്യക്ഷമാകാൻ വേണ്ടി ആയിപ്പോയാൽ ഈ ഒരു പുസ്തകത്തിന്റെ പരിഭാഷ അല്ലെങ്കിൽ വ്യാഖ്യാനം ഏറ്റെടുത്ത രാജശേഖരൻ പി വൈക്കം അദ്ദേഹത്തെ സത്യത്തിൽ കളിയരങ്ങിൽ പരിചയപ്പെടുത്തേണ്ടത് ഇങ്ങനെയല്ല. അദ്ദേഹം പ്രമുഖ ആട്ടക്കഥാകൃത്താണ്. അദ്ദേഹത്തിൻ്റെ അർജുന വിഷാദവൃത്തം, മോഹിനി വിജയം ഒരു പുസ്തകം കൂടെയുണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ട്. ഈ പ്രത്യേകിച്ച് അർജുന വിഷാദവൃത്തത്തിലെ ശാരദ രജനി എന്ന ആ ഒരു ഇത് അറിയാത്ത കഥകളി ആസ്വാദകർ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയൊക്കെ കഥകളി ലോകവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുമ്പോഴും ഈ പ്രമുഖ എഞ്ചിനീയർ, ആർക്കിടെക്ട് ഒക്കെ ആയ ശ്രീ വൈക്കം രാജശേഖരൻ സാർ ഇങ്ങനെയൊരു പുസ്തകത്തിൻ്റെ വ്യാഖ്യാനം നിർവഹിക്കുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. അതിന് വേണ്ട പിന്തുണ SPCS നൽകി. അദ്ദേഹത്തെ ശ്രീ വൈക്കം രാജശേഖരൻ സാറിനെ സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നത് ശ്രീ ശ്രീകുമാർ പുരമ്പാല എന്ന ഒരു എഞ്ചിനീയറാണ്. അദ്ദേഹം ഇതുപോലെയുള്ള പൗരാണിക ഗ്രന്ഥങ്ങളിലും ഭാരതീയ പാരമ്പര്യങ്ങളിലുമൊക്കെ വളരെ പാണ്ഡിത്യമുള്ള അദ്ദേഹമാണ്. അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല, അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. കരുനാഗപ്പള്ളി കഥകളി ക്ലബും ഒക്കെയായി വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കഥകളി സംഘാടകൻ കൂടിയായ ശ്രീ ശ്രീകുമാറിനെ വളരെ സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ കളിയിലൊക്കെ ഇങ്ങനെയൊരു ചടങ്ങ് സംഘടിപ്പിച്ചത് ശരിക്കും അതുകൊണ്ട് ആദരിക്കപ്പെട്ടത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കാലത്ത് NDS അറിയാത്ത ആരും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല. അത് വലിയ പാരമ്പര്യമാണ് നാഷണൽ ബുക്ക് സ്റ്റാളിനുള്ളത്. ഞാൻ NDS എന്ന് പറയുന്നത് അങ്ങനെയാണ്. ശരിക്കും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം എന്ന് അറിയപ്പെടൽ വലിയ പാടായി. ഇപ്പോഴും നമുക്കറിയാം SPCS എന്ന് പറയുന്നതിനേക്കാൾ NDS ഒന്നായിരുന്നു സാധാരണഗതിയിൽ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ സ്വാതന്ത്ര്യ പൂർവ്വകാലത്ത് ആണ് ഇതിന്റെ തുടക്കം. അപ്പൊ അതിനും എത്രയോ മുമ്പ് തന്നെ ഇങ്ങനെയൊരു എഴുത്തുകാരുടെ കൂട്ടായ്മ ഉണ്ടാകണം, അവർക്ക് വേണ്ടി വായനക്കാർക്കും വേണ്ടി ഉണ്ടാകണം എന്നുള്ള ആലോചന എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നടന്നിട്ടുണ്ടാവും. കാരണം ഒരു പരിഹാരക്രിയ അതുവഴി നടന്നത്. ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാവുക എന്നതും എഴുത്തുകാർക്ക് ആധികാരികമായി അവരുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനും വളരെ ജനാധിപത്യപരമായി എല്ലാ ചൂഷണങ്ങളിൽ നിന്നും മാറി അവരുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനും അത് എല്ലായിടത്തേക്കും എത്തിക്കാനും ഒക്കെയുള്ള അവസരം ഉണ്ടാവുക. അതിന് വിരുദ്ധമായ ഒരുപാട് സാഹചര്യങ്ങളാണ് ആ കാലയളവിൽ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നത് എത്രയോ കാലം. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് NDS രൂപപ്പെടുന്നത്. SPCSന്റെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ പോകണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 3 പുസ്തകങ്ങൾ മാത്രമല്ല ഇതേപോലുള്ള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കും. അതിൽ ഈ 3 പുസ്തകങ്ങൾ ഈ അടുത്ത കാലത്ത് നമുക്ക് NDSനകത്ത് ഇറക്കാൻ പല നിലകളിലുള്ള പ്രചോദനമാണ് ഉണ്ടായിരുന്നത്. അതൊരു നിസ്സാരമായ കാര്യമല്ല. അതിറക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് NDSന്റെ വലിപ്പം തന്നെയാണ് എന്നും അതിന്റെ വിൽപ്പന സാധ്യതയോ ഒന്നും പരിഗണിച്ചുകൊണ്ടല്ല ഈ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അത് 3 അതിലേക്ക് മൊഴിമാറ്റം നടത്തി കൊണ്ടുവന്ന ഒരു ചെറിയ കാര്യമല്ല.
വളരെ സാഹസികമായ പ്രവൃത്തിയാണ് അവര് നിർവഹിച്ചിട്ടുള്ളത്. മൂലകൃതിയിൽ നിന്ന് ഒരു വ്യത്യാസവും വരാതെ തന്നെ അത് പിന്നെ വായനക്കാരനിലേക്ക് എത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള രചന കൗശലം അല്ലെങ്കിൽ രചന പരമായ ആ ഒരു തന്ത്രം തന്നെ ഉപയോഗിച്ചാണ് അവര് ഈ 3 കൃതികൾ നിർവഹിച്ചിട്ടുള്ളത്. അവരോട് നമുക്ക് വലിയ നന്ദിയുണ്ട്. ഈ കളിയരങ്ങിനെ കുറിച്ച് ഞാൻ പറയാം. ഈ 3 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഇങ്ങനെ കുറച്ച് ദിവസങ്ങളായെങ്കിലും ഇങ്ങനെ ഒരു പ്രകാശന ചടങ്ങിന് വേണ്ടിയുള്ള അവസരം ഒരുക്കി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പാരമ്പര്യം തന്നെയാണ് കളിയരങ്ങിനുള്ളത്. ഇപ്പോഴും കഥകളിയുടെയും അതുപോലെയുള്ള അടിസ്ഥാന കലകളുടെയും പിന്നെ ഇതേപോലെയുള്ള കൃതികളെയും എല്ലാം താലോലിക്കുകയും അതിനോട് താല്പര്യം കാണിക്കുകയും ചെയ്യുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പൊ ഇവിടെ നടക്കുന്ന ഈ ചടങ്ങ്. അതിന്റെ NBSന് വലിയ നന്ദിയാണ് കളിയരങ്ങിനോടുള്ളത്. ഇതിനു മുമ്പും പിന്നെ കഥകളി സംബന്ധമായ പുസ്തകങ്ങൾ ഇവിടെ വെച്ച് പ്രകാശനം നടത്തിയിട്ടുണ്ട്. തുടർന്നും SPCS ഇതേപോലെയുള്ള പുസ്തകങ്ങൾ പ്രത്യേകിച്ച് കഥകളി തുടങ്ങിയിട്ടുള്ള അതൊന്നും വിട്ടുകളയാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം പുസ്തകങ്ങൾ നമ്മൾ അന്വേഷിക്കുകയും നമ്മുടെ അന്വേഷണത്തിൽ നിന്നും കിട്ടുന്നത് അടിസ്ഥാനത്തിൽ ഇനിയും അത്തരത്തിലുള്ള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ ഈ ആ ഒരു വലിയ നന്മ നിറഞ്ഞ ഭൂതകാലത്തെ സമകാലമാണ് എന്ന് തന്നെ നിശ്ചയിച്ചിട്ടുള്ളതാണ്. കളിയരങ്ങ് ഇങ്ങനെയൊരു വേദി ഒരുക്കിയതിനുള്ള നന്ദി വീണ്ടും പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും പുസ്തകത്തിന്റെ ഒരു ഇതിലേക്കും കടക്കാതെ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ 3 പുസ്തകങ്ങൾ എനിക്ക് എന്തെങ്കിലും പറയാനാവുന്ന ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ ഭരതാത്മകം മാത്രമുള്ളൂ. കാരണം സയൻസും ഞാനുമായിട്ടൊരു ശത്രുത ഉള്ളതാണ് പണ്ട് മുതൽ. പിന്നെ ഹിന്ദു കെമിസ്ട്രിയെ കുറിച്ചുള്ള പുസ്തകവും ഞാനുമായിട്ടുള്ള ബന്ധം സുരേഷുമായിട്ടുള്ള ബന്ധം മാത്രമാണ്. ഇത്രയും കാലം അദ്ദേഹം ചരിത്രമാണ് അദ്ദേഹത്തിന് വിഷയമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഈ ശാസ്ത്രത്തിലേക്കും വിവർത്തനത്തിലൂടെ കടന്നിരിക്കുന്നു എന്നത് ഒരു പുതിയ അറിവാണ്. അതിലുപരിയായിട്ട് ഈ ഭരതാർണവം എന്ന ആ ഒരു ഗ്രന്ഥം നന്ദികേശ്വരന്റെ പുസ്തകത്തിന്റെ ഗ്രന്ഥത്തിന്റെ ട്രാൻസ്ലേഷൻ വിവർത്തനം മലയാളത്തിലേക്ക് വരുന്നതിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം. പലപ്പോഴും നമ്മുടെ പാരമ്പര്യം കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മൾ സംസ്കൃതത്തെ കുറിച്ച് പറയാറുണ്ടെങ്കിലും നമുക്ക് സംസ്കൃതവുമായുള്ള ബന്ധം ഒരു പൊതു വായനക്കാരനും അല്ലെങ്കിൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വക്താക്കൾക്കും ഒക്കെ സംസ്കൃതവുമായി ബന്ധപ്പെടാൻ അല്ലെങ്കിൽ സംസ്കൃതം ആ ഒരു വിജ്ഞാന നോക്കിലേക്ക് വരുന്നത് വളരെ വൈകിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1780കളിൽ ശാകുന്തളത്തിനൊരു ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും തുടർന്നുള്ള 10 വർഷത്തിനകത്ത് ഇറ്റാലിയനിലും ജർമ്മനിലും ഫ്രഞ്ചിലും ഒക്കെ വന്നതിന് ശേഷം നമുക്ക് 1870കളിലാണ് ഏകദേശം 100 വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ശാകുന്തളം മലയാളികൾക്ക് വായിക്കാൻ കഴിയുന്നത്. എന്നാലും നമ്മളിപ്പോൾ പറയും നമ്മുടെ പാരമ്പര്യം ശാകുന്തളം നമ്മുടെ നാടക പാരമ്പര്യത്തെ കുറിച്ച് അത് തന്നെയാണ് മിക്കവാറും ഭരതന്റെ നാട്യശാസ്ത്രത്തിൽ സംഭവിച്ചിരിക്കുന്നത്. കാരണം നമുക്ക് കെ.പി. നാരായണ പിഷാരടിയുടെ വിവർത്തനമാണ് നമ്മൾ ആദ്യമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത്. അല്ലെങ്കിൽ നാട്യശാസ്ത്രത്തെ കുറിച്ച് അറിയാൻ കഴിയുന്നത് അതിലൂടെയാണ്. എന്നാൽ പിന്നീട് നമ്മുടെ ഇവിടുത്തെ കലകളിലൊക്കെ തന്നെ നാട്യശാസ്ത്രത്തിന്റെ ഒരു പ്രതിഫലനമുണ്ട്, റിഫ്ലക്ഷൻസ് ഉണ്ടെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ നാട്യശാസ്ത്രമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അവതരണ പാരമ്പര്യം ഉണ്ടായിരുന്നു, അഭിനയ പാരമ്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഈ നാട്യശാസ്ത്രത്തെ കുറിച്ചുകൂടെ ഉള്ള ഒരു അവതാരങ്ങൾ അല്ലെങ്കിൽ ഒരു പെർഫോമർക്കും അതിനെ കുറിച്ച് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അത് നമ്മൾ ആ ഒരു പ്രവൃത്തിയിൽ നമുക്കിവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പിന്നീട് നമുക്ക് മനസ്സിലായി, കാരണം നമ്മൾ ലെജിറ്റിമൈസ് ചെയ്തായിട്ട് തോന്നി. കാരണം സംസ്കൃതത്തിൽ അല്ലെങ്കിൽ ഇപ്പൊ ഇത് നാട്യശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ രസത്തെ കുറിച്ച് പറയുന്നു, അതിന്റെ സിദ്ധാന്തത്തെ കുറിച്ച് പറയുന്നു. അങ്ങനെ നമ്മള്
നമ്മുടെ ഒരു ലെജിറ്റിമൈസ് ചെയ്യാൻ എല്ലാത്തിനും നമുക്ക് സംസ്കൃതം വേണം എന്ന് നമുക്ക് തോന്നിയത്. അങ്ങനെ ഒരു ലെജിറ്റിമൈസേഷന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ പലപ്പോഴും നമ്മുടെ പാരമ്പര്യ കലകളിലൊക്കെ നാട്യശാസ്ത്രത്തിന്റെ ബന്ധപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എത്രമാത്രം അതിന് യുക്തിയുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ കാരണം ഈ നാട്യശാസ്ത്രം വരുന്നതിന് മുമ്പ് ഈ അഭിനയവും അവരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. കാരണം ഇവിടെ ഉണ്ടായിരുന്ന നടന്മാരും കഥകളിയായാലും ശരി, കൂടിയാട്ടാലും ശരി, ഈ നാട്യശാസ്ത്രം ഒന്നും അറിഞ്ഞിട്ടായിരുന്നു അത് പ്രവൃത്തിയിൽ കൊണ്ടുവന്നിരുന്നത്. അതൊരു വേറൊരു ഒരു തരത്തിലുള്ള ഒരു പ്രത്യേക നമുക്കൊരു എന്താ പറയുക ലെജിറ്റിമൈസ് ചെയ്യാനുള്ള സംസ്കൃതത്തോട് ചേർത്ത് നിർത്തി ലെജിറ്റിമൈസ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ്. കാരണം ഇതിന്റെ ഒരു സംസ്കൃതമായ ഒരു ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ വി ഫീൽ പ്രൗഡ് ഓഫ് ഇറ്റ്. നമുക്ക് വളരെ അഭിമാനം തോന്നും. കാരണം നേരത്തെ നമ്മളെങ്കിൽ നമ്മുടെ ഒരു ചർച്ചയിൽ വന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മള് കഥകളിയിൽ ഷേക്സ്പിയറിന്റെ കിങ് ലിയർ വന്നു. അവിടെ അപ്പോൾ അതിനകത്തുള്ള ഒരു ലോജിക്കായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ കഥകളി എത്രമാത്രം ഷേക്സ്പിയറിനെ അപ്രോപ്രിയേറ്റ് ചെയ്തു എന്നുള്ളതല്ല, മറിച്ച് പലരും അഭിമാനിച്ചത് കഥകളിയെ ഷേക്സ്പിയർ റെക്കഗ്നൈസ് ചെയ്തു എന്നുള്ളതാണ്. കാരണം അത് അങ്ങനെ, അതായത് കഥകളിയെ ഷേക്സ്പിയർ അംഗീകരിച്ചു, അതിൽ നമ്മൾ സന്തുഷ്ടരാണ്. അല്ലാതെ ആ മറ്റൊരു രീതിയിലല്ല അത് വന്നിട്ടുള്ളത്. അത് തന്നെയാണ് പലപ്പോഴും നമ്മുടെ നാട്യശാസ്ത്രവും നമ്മുടെ അവതരണ കലവുമായിട്ടുള്ള ബന്ധവും ആ ഒരു റിലേഷൻഷിപ്പിലാണ് പലപ്പോഴും നമുക്ക് ആധുനിക കാലത്ത് നിലനിൽക്കുന്നത്. പക്ഷെ അത് മാറുന്നത് കാരണം ഉദാഹരണത്തിന് ഭരതനാട്യം പോലുള്ള കൃതി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അത് ശാസ്ത്രീയമായ ഒരു ഗ്രന്ഥമാണ്. പക്ഷെ ഒരിക്കലും നമ്മൾ ഇതിന്റെ ഒരു ശാസ്ത്രീയമായ ഒരു അവലോകനമോ അല്ലെങ്കിൽ ഗവേഷണമോ നടത്തിയിട്ടില്ല. ഉദാഹരണത്തിന് അതിനകത്ത് പറയുന്ന ചില അവതരണ രൂപങ്ങൾ പ്രേരണിയെ കുറിച്ചുള്ള ഒരു പരാമർശം വരുന്നത്. അതായത് പ്രേരണി എന്ന് പറയുന്ന ഒരു അവതരണ രൂപം ആക്ച്വലി ഇന്നും പ്രേരണി നൃത്തം എന്ന പേരിൽ തെലങ്കാനയിൽ അതായത് വാരങ്കൽ ഭാഗത്ത് നടക്കുന്ന ഒരു നൃത്തരൂപമാണ്. അത് വളരെ കൃത്യമായിട്ട് ഒരു ഫോമിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് അങ്ങനെയുള്ള പരാമർശങ്ങളുണ്ട്. തുടർന്ന് അങ്ങനെയുള്ള പരാമർശങ്ങളെ അടിസ്ഥാനമാക്കി വളരെ വിശാലമായ ഗവേഷണത്തിലേക്ക് നയിക്കാൻ ഈ പുസ്തകത്തിന് നയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഓം സദ്ഗുരുഭ്യോ നമഃ. വേദിയിലിരിക്കുന്ന പ്രശസ്ത വ്യക്തികളും എൻ്റെ മുന്നിലിരിക്കുന്ന സഹൃദയരായ ഓരോരുത്തർക്കും നീതമായ നമസ്കാരം. ഞാൻ നന്നേ ചെറുപ്പത്തിൽ നൃത്തം അഭ്യസിച്ച് തുടങ്ങിയ ഒരു വ്യക്തിയാണ്. വളരെ ഏകദേശം 7 വയസ്സ് മുതൽ ഈ കലാരംഗത്ത് വരണമെന്നോ കലായുമായി ബന്ധപ്പെട്ട് ഒരു ജീവിതമാണ് നയിക്കാൻ പോകുന്നതെന്നോ ഒന്നും അറിയാതെ ഗുരുക്കന്മാർ പഠിപ്പിച്ചത് അങ്ങനെ തന്നെ നന്നായി അഭ്യസിച്ച് വേദിയിൽ അവതരിപ്പിക്കുക, നൃത്തം ചെയ്യുക. സ്റ്റേജിൽ ചിലങ്കയാണെങ്കിൽ നൃത്തം ചെയ്യുന്നത് വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തിയായി ആയിരുന്നു കുട്ടിക്കാലം മുതൽ ഞാൻ. അങ്ങനെ ഇതിനൊരു പാഠ്യ പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പിൻബലം സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ നൃത്തം അഭ്യസിക്കേണ്ടത്. അതിനെക്കുറിച്ചിട്ട വട്ടങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്. അങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ ഭരതനാട്യം കുറച്ച് സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയത് നന്നായിട്ട് നൃത്തം ചെയ്തിരുന്നെങ്കിൽ പോലും തിയറിയുമായി പഠിച്ചെഴുതിയത് അത് പഠിക്കലെഴുതുക എന്നല്ലാതെ ആ പഠിക്കുന്നതിനെ നൃത്തത്തിൽ ആവാഹിച്ച് ചെയ്യാൻ ഉള്ള ഒരു പരിശീലനം ഞാൻ പഠിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു ശാസ്ത്രത്തിൻ്റെ ലക്ഷ്യവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പഠന പദ്ധതി നമ്മളെ എത്രത്തോളം സഹായിക്കും എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞത് വർഷങ്ങൾക്ക് ശേഷം അധ്യാപികയാവുകയും പിന്നീട് ഡോക്ടർ പത്മസുബ്രഹ്മണ്യം എൻ്റെ നാട്യശാസ്ത്രത്തിൽ എനിക്ക് വഴി തെളിയിച്ചു തന്ന ശാസ്ത്രവും പഠിക്കുകയും ലോകം കാണുകയും ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന നൃത്ത രൂപത്തിനെ എങ്ങനെയാണ് അതിനെ വികസിപ്പിച്ച് കൊണ്ടുവരാനുള്ള ഒരു തന്ത്രം, എങ്ങനെയാണ് ഈ നാട്യശാസ്ത്രവും പഠിച്ചുകൊണ്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് എൻ്റെ ഉള്ളിൽ ഇട്ടു നിന്നതും പിന്നീട് പഠിക്കുക വെറുതെ പ്രാക്ടിക്കലായിട്ട് കൂടാതെ ശാസ്ത്രം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ വിദ്യാഭ്യാസം
നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളതും എൻ്റെ മനസ്സിൽ കയറ്റി തന്ന ഒരു വ്യക്തിയാണ് പത്മവിഭൂഷൺ ഡോക്ടർ സുബ്രഹ്മണ്യം. അവരുടെ പഠന ക്ലാസ്സുകളിൽ കളരികളിൽ പോയി ഇരുന്നുകൊണ്ട് പിന്നീട് നൃത്തം അവതരിപ്പിക്കുമ്പോഴാണ് എനിക്ക് സങ്കടമാണ്. എനിക്ക് ഈ ഇത്രയും വലിയൊരു ശാസ്ത്രം ഉണ്ടായിട്ട് അത് ആണ് ഞാൻ പോലും അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ള തിരിച്ചറിവ് ഇല്ലാത്ത വേദികളിൽ അവതരിപ്പിച്ചിരുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഗുരുക്കന്മാരിൽ നിന്ന് പഠിച്ചിട്ടുള്ള നൃത്തത്തിനെ ഈ ശാസ്ത്ര പഠനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ശാസ്ത്രത്തിൻ്റെയും അതിൻ്റെ ലക്ഷ്യവും ലക്ഷണവും ഒരുമിച്ച് സമന്വയിപ്പിച്ചുകൊണ്ട് അതിനെ ബോധവതി ആയിക്കൊണ്ട് അത് നൃത്തത്തിൽ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകമായ സന്തോഷം അനുഭവിക്കാൻ തുടങ്ങിയത് പിൽക്കാലത്താണ്. അങ്ങനെയാണ് ഞാൻ വെറും 10ാം ക്ലാസ് കഴിഞ്ഞ് കലാമണ്ഡലത്തിൽ ഡിപ്ലോമ കോഴ്സ് പഠിക്കുകയും FECTയിൽ നൃത്ത അധ്യാപികയായി മോഹിനിയാട്ടം അധ്യാപികയായി ചെയ്യുകയും മോഹിനിയാട്ടത്തിൽ വേണ്ടുന്ന വളർച്ചയും വികാസവും ഒന്നും ആവുന്നില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖവും മനസ്സിൽ പേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ നാട്യശാസ്ത്രവുമായിട്ടുള്ള പഠനം ഉണ്ടാവുകയും ഞാൻ പഠിച്ച മലയാളത്തിൽ ഗ്രാജുവേഷൻ എടുക്കുക, അതിനുശേഷം കലാമണ്ഡലത്തോടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുക മോഹിനിയാട്ടത്തിൽ. അതിനുശേഷം എന്നെ ക്ഷണിച്ചുകൊണ്ട് തഞ്ചാവൂർ ശാസ്ത്ര യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അങ്ങനെയാണ് ഞാൻ ഡോക്ടർ പത്മസുബ്രഹ്മണ്യൻ എന്ന മഹാഗുരുവിൻ്റെ ഗൈഡൻസിൽ മോഹിനിയാട്ടം ഡെവലപ്മെന്റ് ഓഫ് പെഡഗോജി ബേസ്ഡ് ഓൺ നാട്യശാസ്ത്ര മോഹിനിയാട്ടം എന്ന സബ്ജക്റ്റിന് PhD എടുക്കാനുള്ള ഒരു ഭാഗ്യം ഭഗവാൻ എനിക്ക് നൽകിയത്. അത് ഗുരുവിൻ്റെ കാരുണ്യം കൊണ്ട് എൻ്റെ വീട്ടിൽ ഒരു ദിവസം വരികയും നീ അവിടെ വന്ന് ചെയ്യും, നിനക്ക് ഞാൻ ഗൈഡാവാം എന്ന് പറഞ്ഞ് കൊണ്ടുപോവുകയും ചെയ്ത ഒരു സംഭവം എനിക്ക് ഈ വേദിയിൽ നിൽക്കുമ്പോൾ ആ ഒരു ദിവസങ്ങൾ ഞാൻ അനുസ്മരിക്കുന്നു. പിന്നെ അതിനുശേഷമാണ് ധാരാളം ശാസ്ത്ര ഗ്രന്ഥങ്ങളെ തിരിച്ചറിഞ്ഞത്. ഭരതാർണവം എന്ന ഒരു വലിയ ഒരു ഗ്രന്ഥമുണ്ട്, സംഗീത രത്നാകരം തുടങ്ങിയ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്, ഒരുപാട് പണ്ഡിതന്മാരുടെ പല ശാസ്ത്ര ഗ്രന്ഥങ്ങളും ഉണ്ട്. അത് കുറേ ഒക്കെ വായിച്ചിട്ടുണ്ട് ഞാൻ. ഭരതാർണവവും എനിക്ക് വായിക്കാൻ ഇടയായത് എൻ്റെ മകള് ഡോക്ടർ നന്ദിത പ്രഭു, അവൾ അർജുന നൃത്തത്തിൽ PhD ചെയ്ത് അർജുന നൃത്തത്തിൻ്റെ കേരളീയത്തിലെ മധ്യ കേരളത്തിലെ താള പദ്ധതികളെ പറ്റിയിട്ട് അതിലുള്ള രൂപകവും കുണ്ടനാച്ചിയും ചെമ്പയും ചെമ്പടയും മർമ്മവും കുംഭം തുടങ്ങിയ ലക്ഷ്മി താളം തുടങ്ങിയ താളങ്ങളെല്ലാം പഠിച്ച് ഈ താളങ്ങളെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിത്താനം തുടങ്ങിയ കോട്ടയം ഭാഗങ്ങളിലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ സഞ്ചരിച്ച് ഒരു പഠനം നടത്തുവാൻ ശ്രമിക്കുമ്പോഴാണ് ഞാൻ സജീവവുമായിട്ട് എനിക്ക് പരിചയപ്പെടാനിടയായത്. എൻ്റെ മകളുടെ കൂടെ മിണ്ടാതെ പോയിരിക്കുക. അപ്പം എന്നെ സജീവിനെ അറിയാമോ ഒന്നും എനിക്കറിയില്ല, ഞാനൊന്നും മിണ്ടാറിയില്ല. അവളുടെ കൂടെ ഞാൻ പോകും. എന്നിട്ട് ഈ താളങ്ങളെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കാൻ ആരംഭിക്കുമ്പോൾ ഇതിലുള്ള വലിയ വലിയ ഗുരുക്കന്മാരെയൊക്കെ ഇവിടെ പരിചയപ്പെടുത്തുകയും അർജുന നൃത്തത്തിലും ആ പഴയകാല അനുഷ്ഠാന കലാരൂപം അതിന് കഥകൾ പറഞ്ഞായിരുന്നു. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്, എങ്ങനെയാണ് ഇത് വളർന്നു വന്നത്, എങ്ങനെയാണ് ഇതൊക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സജീവം ആണ് ഞങ്ങളെ എല്ലാ അന്ന് ഈ പണ്ഡിതന്മാരായ ഗുരുക്കന്മാരെ പരിചയപ്പെടുത്തുകയും കൂടെ നടന്നുകൊണ്ട് ഈ താളങ്ങൾ പറയുകയും ഒക്കെ ചെയ്തത്. ഞാനൊരു സൈഡിൽ നിന്ന് എൻ്റെ മോൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും ഗുരുക്കന്മാർ പറഞ്ഞതൊക്കെ എഴുതി പഠിക്കുക. അങ്ങനെ ആണെങ്കിൽ താളങ്ങളെ പറ്റിയുള്ള കാഴ്ചപ്പാട് എനിക്ക് മനസ്സിലായത്. ഒപ്പം തന്നെ കാവാലം നാരായണ പണിക്കർ സാറുമായിട്ട് എനിക്ക് വളരെ അടുത്ത പരിചയമുണ്ട്. അപ്പൊ അദ്ദേഹം എപ്പോഴും എൻ്റെ അടുത്ത് പറയും, നീ കലാമണ്ഡലത്തിലൊക്കെ പഠിച്ചു, ആ ശൈലിയാണ് കേമെന്നൊന്നും പറഞ്ഞു മിണ്ടാതെ ഞാൻ വിളിക്കുമ്പോൾ ഒന്നും വരില്ലല്ലോ, ഒന്ന് ഈ താളങ്ങളൊക്കെ ഉള്ള പാട്ടുകളൊക്കെ ചെയ്ത് കൊറിയോഗ്രാഫ് ചെയ്യൂ, അപ്പോഴാണ് അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുക എന്നൊക്കെ പറയുമ്പോഴേ ഞാൻ
ഒട്ടും എനിക്ക് ആ കർണാടക അതിലുള്ള താളങ്ങളും അതുമൊക്കെ ഞാൻ വേണ്ട പോലെ ചെയ്യുന്നുണ്ടല്ലോ, ഇനി എന്തിനാ ഞാനിനി മാറി ചിന്തിക്കണേ എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ പോലും ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് ഒരു മനമില്ലാ മനസ്സോടെയാണ് അദ്ദേഹത്തിന്റെ പല ഇനങ്ങൾ ഞാൻ കൊറിയോഗ്രാഫി വേദിയിൽ അവതരിപ്പിച്ചത്. അപ്പൊ അതിൽ വളരെ പുതിയ പുതിയ അനുഭവം എനിക്കുണ്ടായി. ഈ നാട്യശാസ്ത്രത്തിന്റെ പഠനം, കേരളീയ താള പദ്ധതികൾ, ഇതൊക്കെ മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ ഈ അർജുന നൃത്തത്തിന്റെ താളങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയും ഒക്കെ ഉള്ള യാത്രയിലും ഗവേഷണപരമായ ഒരു ചിന്തയും ഒക്കെ ഉള്ളിൽ വന്നപ്പോഴാണ് ഭരതാർണവം എന്ന ഗ്രന്ഥം വായിക്കാനിടയായത്. അങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മള് അർജുന നൃത്തത്തിലെ പറയുന്നതും അതുപോലെ കേരളീയ താളങ്ങൾ എന്ന് പറയുന്നതുമായ എല്ലാ താളങ്ങളും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഭരതാർണവത്തിൽ പറഞ്ഞിട്ടുള്ള 108 താളങ്ങളുടെ കൂടെ ഈ താളങ്ങളെല്ലാം അതിൻ്റെ ഉള്ളില് ഉണ്ടെന്ന് കാണാൻ പറ്റുകയും ഒരു പുതിയ ഒരു അനുഭവം നമ്മൾ പോലും അറിയാതെ ചെയ്തിരുന്ന വലിയ വലിയ കാര്യങ്ങൾ ഇത്രയും വലിയ സംഘടനകളിൽ കാണാൻ കഴിഞ്ഞപ്പോഴുള്ള ഒരു എന്താ പറയുക, അതൊരു അപൂർവമായ അറിവ് എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. യാതൊരു വിധത്തിലുള്ള ഈ അറിവുകൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടിയാണ് അതൊരു മടിയും കാണിക്കാതെ ഞങ്ങളുടെ കൂടെ നടന്ന പലവട്ടം കോട്ടയത്ത് സൈഡിൽ പോകുമ്പോഴൊക്കെ ഇപ്പോഴും ഓടി ഞങ്ങളെ സഹായിച്ച് തന്നിട്ടുള്ള സജിനീലിൻ്റെ പുസ്തകം ഒരിക്കൽ ഇതിന് അവതാരിക എഴുതണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറയുമ്പോൾ എങ്ങനെയാണ് എനിക്ക് അത് വയ്യ എന്ന് പറയാൻ കഴിയുക? തീർച്ചയായിട്ടും യാതൊരു തരത്തിലുള്ള വേദിയിൽ വലിയ ആളാവണമെന്നോ മറ്റുള്ളവരെല്ലാവരും ആദരിക്കണമെന്നോ ഒന്നും ആഗ്രഹമില്ലാതെ വളരെ ശാന്തമായി ഇരുന്നുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് വർക്ക് ചെയ്യുന്ന, ഈ കലയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്ന, കലയ്ക്ക് വേണ്ടി ഗവേഷണമൊക്കെ ചെയ്യാൻ ഉൾപ്പെടുന്നവരെ സഹായിക്കാനുള്ള വലിയ മനസ്സുള്ള ആ വ്യക്തിയുടെ ഗ്രന്ഥത്തിന് ഒരു അവതാരിക എഴുതണം എന്ന് എഴുതാം എന്ന് ഞാൻ പറഞ്ഞത്. വലിയ വലിയ ഗ്രന്ഥങ്ങൾക്കൊന്നും അവതാരിക എഴുതിയിട്ടൊന്നും ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഗ്രന്ഥത്തിന് അവതാരിക എഴുതുന്നത്. പക്ഷെ ഞാൻ ഈ പുസ്തകവുമായിട്ടൊരു ബന്ധം ഉള്ളത് കൊണ്ടും ഈ താളങ്ങൾ ഞാൻ പഠിച്ചിട്ടുള്ള ഈ ചെമ്പയും ചെമ്പടയും കുംഭവും മർമ്മവും തുടങ്ങിയ താളങ്ങളെല്ലാം തന്നെ ഈ ഭരതാർണവത്തിൽ പറഞ്ഞ 108 താളങ്ങളിലും ഈ പെട്ടവയാണ് എന്നുള്ള തിരിച്ചറിവ് അറിയുമ്പോൾ ഇതൊക്കെ കേരളത്തിന്റെ മാത്രം താളമല്ലായിരുന്നു, ഇതൊക്കെ നമ്മുടെ ഭാരതത്തിലെ എല്ലാ കലാരൂപങ്ങളിലും ഒളിഞ്ഞു നിൽക്കുന്ന കിടന്നിരുന്ന താള പദ്ധതിയുടെ ഒരു ഭാഗം നമ്മുടെ കേരളത്തില് സംരക്ഷിക്കപ്പെട്ടു വരുന്നതാണ്. അല്ലാതെ കേരളത്തിന്റെ മാത്രമായിട്ടുള്ള താളങ്ങളല്ല ഇതൊരു വലിയൊരു പ്രസ്ഥാനം തന്നെയാണ് അത് എന്ന തിരിച്ചറിവ് കൂടി ഉണ്ടായപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഒരു കലാകാരിയായി ഇരുന്നതിൽ അഭിമാനമുണ്ട്. ഇനിയും ഇതിലുള്ള താളങ്ങളെയൊക്കെ പഠിക്കുകയും അതിൽ ഞാൻ പ്രവർത്തിക്കുന്ന മോഹിനിയാട്ടം എന്ന കലാരൂപത്തിനെ ഗംഭീരമാക്കിക്കൊണ്ട് കുറേ സംഭാവനകൾ ആ കലാരൂപത്തിന് കൊടുക്കണം. അങ്ങനെ ഈ കലാരൂപത്തിന്റെ പ്രശസ്തി മറ്റുള്ള ഭാരതീയ ശാസ്ത്രീയ നൃത്തരൂപങ്ങൾക്ക് മേലെ എത്തിക്കണം, അത് എത്തിക്കാൻ സാധിക്കും ഈ വക പഠനങ്ങൾ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. ഞാൻ കുറച്ചധികം സംസാരിച്ചോ എന്ന് ഞാൻ തോന്നുന്നു, എങ്കിലും ഇത്രയും എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ സംസാരിച്ചത്. അങ്ങനെ അർജുന നൃത്തത്തിലെ താളങ്ങളെ പറ്റിയിട്ട് ഡോക്ടർ പത്മസുബ്രഹ്മണ്യത്തിന്റെ കീഴിൽ സത്ര യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ വ്യക്തിയാണ് എൻ്റെ മകൾ ഡോക്ടർ നന്ദിത പ്രഭു. അവളുടെ ഈ നേട്ടത്തിൽ തീർച്ചയായിട്ടും സജനീവ് നൽകിയിട്ടുള്ള ആ ഒരു സഹായം, അവളിൽ നിന്ന് നൽകിയിട്ടുള്ള ആ ഒരു സഹായം ഒരു പ്രതികൂലവും വെച്ചിക്കാതെ സഹായം ചെയ്തിട്ടുള്ള ആ വലിയ മനസ്സിന് ഞാൻ ഈ നിങ്ങളുടെ എല്ലാവരും മുമ്പിൽ വെച്ച് ഇപ്പോൾ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പുസ്തകം തീർച്ചയായിട്ടും വരും തലമുറയിലെ കുട്ടികൾക്ക് നാട്യശാസ്ത്രം എന്ന ഗ്രന്ഥത്തോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രതികയുണ്ടായി KP നാരായണകൃഷ്ണ സാറിൻ്റെ നാട്യശാസ്ത്രം മലയാളത്തിൽ വിവർത്തനം ചെയ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ വായിച്ചത്.
അല്ലെങ്കിൽ നമുക്ക് സംസ്കൃതം എത്ര ഇരുന്ന് പഠിച്ചാലും നമുക്കത് മലയാളത്തിൽ വായിച്ച് പിന്നെ ആ ശ്ലോകത്തിന് അതിൻ്റെ വ്യാഖ്യാനം വായിച്ച് അങ്ങനെ ആയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ വന്നിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ പഠിക്കാനും ചെയ്യാനും ഒക്കെ ഒരു ഭാഗ്യമുണ്ടായത് എനിക്ക് വളരെ സന്തോഷം നൽകുന്നു. ഞാൻ ഈ അവസരത്തിൽ ഈ പുസ്തകം സ്നേഹപൂർവ്വം ഏറ്റുവാങ്ങുകയും ഈ ഗ്രന്ഥത്തിന് നല്ല പ്രചാരം കിട്ടും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. കാരണം എനിക്ക് തന്നെ ഇത് വളരെ ഉപകാരം ചെയ്യുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ട് സജീവന് ഇതുപോലെയുള്ള നല്ല നല്ല ഗ്രന്ഥങ്ങൾ അറിവുകളും ഒക്കെ നമുക്ക് പകർന്നു തരുവാനുള്ള ഒരു കരുത്ത് സജീവൻ നൽകട്ടെ. അതിനുള്ള പ്രോത്സാഹനം നമുക്ക് എല്ലാവർക്കും ചേർന്ന് സജീവന് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചു. സർവേഷാം നമസ്കാരഃ. ഗുരുഭ്യോ നമോ നമഃ. സമയം ഒരുപാട് നീണ്ടതുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ഞാൻ ഗവേഷണം ചെയ്യുന്നത് ഭരതാർണവത്തിലാണ് എന്ന കാര്യം വളരെ ബഹുമാനപൂർവ്വം, വളരെ സന്തോഷപൂർവ്വം, അഭിമാനപൂർവ്വം നിങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ. എനിക്ക് അത്തരത്തിലൊരു വിഷയം തന്നതും ശ്രീ സജിനി സാർ തന്നെയാണ്. ഒരിക്കൽ താളങ്ങളെ പറ്റിയുള്ള ഒരു സംസാരത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞ ഒരു ടോപ്പിക്കാണ് ഭരതാർണവം എന്ന് പറയുന്നത്. നൃത്തം ഇഷ്ടമാണ്. ഒരുപാട് പ്രശസ്തമായ നർത്തകരുടെ കൂടെ കൂട്ടാൻ പറ്റില്ലെങ്കിലും ആഗ്രഹത്തിന്റെ പുറത്ത് നൃത്തം ചെയ്യുന്നു. അതിലേറെ ഞാൻ ഭരതാർണവം എന്ന് പറയുന്ന വിഷയത്തിൽ ഗവേഷണം ചെയ്യുന്നു. സംസ്കൃത അധ്യാപികയാണ്. നന്ദികേശ്വരസ്യ ഭരതാർണവം വിമർശനാത്മകം അധ്യയനം എന്നുള്ളതാണ് എൻ്റെ ഗവേഷണ വിഷയം. സംസ്കൃതത്തിലാണ് ഞാൻ ഗവേഷണം ചെയ്യുന്നത്. ഭാരതത്തിന് അതിപൗരാണികമായ വിദ്യാഭ്യാസ പദ്ധതി ഉണ്ടായിരുന്നു എന്നതാണ് മറ്റെല്ലാ സംസ്കാരങ്ങളിൽ നിന്നും ഭാരതീയ സംസ്കാരത്തെ വേറിട്ട് നിർത്തുന്നത്. അത് കലയാണെങ്കിലും സാഹിത്യമാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അവയ്ക്കെല്ലാം ഒരു കൃത്യമായ ചട്ടക്കൂടിലൂടെ അവയെ പഠിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനും വികസിപ്പിക്കുവാനും ഒക്കെ അന്നത്തെ ആചാര്യന്മാർ ശ്രമിച്ചിട്ടുമുണ്ട്. അതിന് സാധിച്ചിട്ടുമുണ്ട്. ഭരതമുനിയുടെ നാട്യശാസ്ത്രം എന്ന ഗ്രന്ഥം ഭാരതീയ കലാപാരമ്പര്യത്തിന്റെ നെടുംതൂണായി മാറിയപ്പോൾ ഇതേ രീതിയിൽ കൃത്യമായ ചട്ടക്കൂടിലേക്ക് നൃത്തത്തെ കോർത്തിണക്കുവാൻ ആദ്യമ കാലം മുതൽ തന്നെ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നാട്യത്തിലും താളത്തിലും സംഗീതത്തിലുമൊക്കെ ശാസ്ത്രീയ ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുവല്ലോ. നൃത്തത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഹസ്തലക്ഷണ ദീപിക, ഭരതാർണവം, അഭിനയ ദർപ്പണം, നൃത്തരത്നാവലി, സംഗീതരത്നാകരം തുടങ്ങിയ ഗ്രന്ഥങ്ങളെല്ലാം അതീവ പ്രസക്തമാണ്. ഇതെല്ലാം എഴുതിയ ആചാര്യന്മാരുടെ കാര്യമെടുത്താൽ ഈ ഗ്രന്ഥങ്ങൾക്കെല്ലാം തന്നെ ഒരു ഈശ്വരീയമായ ഭാവം കൊടുത്തുകൊണ്ട് അവയെ പഠിക്കാനും പഠിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനും ഒക്കെ ഈ ആചാര്യന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. നന്ദികേശ്വരനാൽ വിരചിതമായ ഗ്രന്ഥമാണ് ഭരതാർണവം. നന്ദികേശ്വരൻ, നന്ദി, നന്ദീശൻ, നന്ദീഭരതൻ, തണ്ടു എന്നീ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെട്ടിരുന്നു എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അദ്ദേഹം തന്നെ മഹാദേവന്റെ ശിവപാർഷദന്മാരിൽ പ്രമുഖനായിരുന്നു എന്നും മഹാദേവന്റെ സേവകനായിരുന്നു എന്നും മഹാദേവന്റെ വാഹനമായ നന്ദി, തണ്ടു എല്ലാം ഒരാളാണെന്നും ഐതിഹ്യത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്നിരുന്നാലും അദ്ദേഹത്തിനാൽ വിരചിതമായ 12 ഗ്രന്ഥങ്ങൾ ഇന്ന് ലഭ്യമാണ്. നന്ദികേശ്വര കാശിക, രുദ്രധമനുദ്ഭവ സൂത്രവിവരണം, താളലക്ഷണം, താളാദിലക്ഷണം, താളാഭിനയ ലക്ഷണം, ഭരതാർണവം, അഭിനയ ദർപ്പണം, യോഗതാരാവലി, പ്രഭാകര വിജയം, ലിംഗധാരണ ചന്ദ്രിക എന്നിവയെല്ലാം ഈ കൂട്ടത്തിൽ വരുന്നവയാണ്. ഇതെല്ലാം തന്നെ വ്യത്യസ്തമായ പാഠ്യപദ്ധതികൾ അല്ലെങ്കിൽ വ്യത്യസ്ത സ്കൂളുകൾ ആയി നമുക്കിവയെ പറയാവുന്നതാണ്. കാരണം നന്ദികേശ്വര കാശിക എന്ന് പറയുന്ന ഗ്രന്ഥം മഹേശ്വര സൂത്രങ്ങളുടെ ശൈവപരമായിട്ടുള്ള വ്യാഖ്യാനവും, രുദ്രടമരുദ്ഭവ സൂത്രവിവരണം എന്നത് മഹേശ്വര സൂത്രത്തിന്റെ തന്നെ സംഗീതപരമായ വ്യാഖ്യാനവും, താളലക്ഷണം, താളാദിലക്ഷണം, താളാഭിനയ ലക്ഷണം എന്നിവ താളങ്ങളുടെ സംഗീതത്തിന്റെ ശാസ്ത്രഗ്രന്ഥമായും, യോഗതാരാവലി എന്നത് യോഗ സൂത്രത്തിന്റെ ശാസ്ത്രഗ്രന്ഥമായും, പ്രഭാകര വിജയം എന്നത് പൂർവമീമാംസയുടെ വേദാന്ത ശാസ്ത്രത്തിന്റെ ഗ്രന്ഥമായും ഒക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഇത്തരത്തിൽ നോക്കുമ്പോൾ
ഈ 12 ഗ്രന്ഥങ്ങളും ഇന്ന് ലഭ്യമാണ്. ഈ ശാസ്ത്ര ഗ്രന്ഥങ്ങളെല്ലാം തന്നെ വ്യത്യസ്ത സ്കൂളുകളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് വന്ന ആചാര്യന്മാരുടെ സ്വാധീനവും മാറി വന്ന സമൂഹത്തിന്റെ വ്യവസ്ഥിതിയും ഒക്കെ പലതരത്തിലുള്ള കോൺട്രഡിക്ഷൻസ് ഉണ്ടായിട്ടുണ്ടാകാം. കാരണം രാമായണമാണെങ്കിലും മഹാഭാരതമാണെങ്കിലും പിന്നീട് വല്ലിനാഥൻ വ്യാഖ്യാനം എഴുതിയ കാളിദാസ കൃതികളിലൊക്കെ ഇത്തരത്തിലുള്ള കോൺട്രഡിക്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അഭിനയ ദർപ്പണം, സംഗീത രത്നാകരം, ഹസ്തലക്ഷണ ദീപിക എന്നീ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ ചേർത്തു വെച്ചു വേണം ഭരതാർണവത്തെ സമീപിക്കാൻ എന്ന വസ്തുത സന്തോഷപൂർവ്വം ഇവിടെ അറിയിച്ചുകൊള്ളട്ടെ. തൗലിത്രികങ്ങൾ പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കാണുന്ന ഒരു വാക്കാണ് ഭരത എന്ന് പറയുന്നത്. ഭാവ, രാഗ, താള സമന്വിതമായ ഈ വാക്ക് ദുര്യവദേകോ അസ്മാദുദ്ധരതേ അനേക ഭൂമികായുക്ത ദണ്ഡ്യ ഗൃഹോപകരണയും നാട്യം ഭരതോ ഭവേത് എന്ന നാട്യശാസ്ത്രത്തിൽ ഭരത എന്ന് പറയുന്ന വാക്യത്തെ പറഞ്ഞിട്ടുണ്ട് ഭരതമുനി. കാരണം നാട്യം രംഗത്ത് അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് അവിടെ എന്താവശ്യം വന്നാലും അത് ചെയ്യാൻ ഉതകുന്ന ആളിനെയാണ് ഭരത എന്ന് പറയുന്നത്. അതായത് ചിലപ്പോൾ വേദിയിൽ നായകനായോ വേഷഭൂഷാദികളോടെയോ രംഗത്ത് കയറേണ്ടി വന്നാലും വാദ്യങ്ങൾ വായിക്കേണ്ടി വന്നാലും അത്തരത്തിൽ നാട്യത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളിനെ ഭരത എന്ന് പറയുന്നു. ഭാഷാ വർണ്ണോപകരണൈഹി നാനാപ്രകൃതി സംഭവം വേഷം വയ കർമ്മം ചേഷ്ട ഭവത് ഭരത ഉച്ചതേ എന്ന് ഭാവപ്രകാശത്തിൽ ശാരദാ തനയൻ അഭിപ്രായപ്പെടുന്നു. ഭാഷയും വർണ്ണവും ഉപകരണങ്ങളും ഒക്കെ വ്യത്യാസപ്പെട്ടിട്ടുള്ള മനുഷ്യന്റെ വ്യത്യസ്ത തരം പ്രകൃതികളെ നാട്യത്തിൽ അവതരിപ്പിക്കുന്ന ആളിനെ ഭരതൻ എന്ന് പറയുന്നു. ഇവിടെ നമ്മുടെ ഗ്രന്ഥത്തിന്റെ പേര് ഭരതാർണവമാണ്. ഭരതസ്യ അർണവം ഇതി ഭരതാർണവം എന്ന് പറയാം. കാരണം അർണവം എന്ന് വെച്ചാൽ സമുദ്രം എന്നാണ് അർത്ഥം. അപ്പോൾ തന്നെ ആ ഒരു ഗ്രന്ഥത്തിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഇന്ന് നാം കാണുന്ന നൃത്തരൂപങ്ങളെല്ലാം തന്നെ ഒരുപാട് കാലത്തെ പരിണിത പ്രക്രിയകൾക്ക് വിധേയമായിട്ടാണ് ഇന്ന് നാം കാണുന്ന എല്ലാ നൃത്തരൂപങ്ങളും എത്തി നിൽക്കുന്നത്. നൃത്തം ആസ്വാദനത്തിന് ഉള്ളതാണ്, അല്ലെങ്കിൽ ദൃശ്യമയമാണ്, മിശ്രമയമാണ് എന്ന് പറയാം. മിശ്രം എന്ന് വെച്ചാൽ കണ്ണിനും കാതിനും ഒരേ സമയം മനസ്സിനും ഒക്കെ ആനന്ദത്തെ ജനിപ്പിക്കാൻ സാധിക്കുന്നവയെയാണ് മിശ്രം എന്ന് പറയുന്നത്. നൃത്തത്തിന്റെ കാര്യത്തിലാണെങ്കിൽ നൃത്തത്തിന്റെ പ്രദർശനത്തിനാണ് ഇവിടെ ഏറെ പ്രാധാന്യം. ഈ പറയുന്ന ശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ നിന്നുകൊണ്ട് ഒരു നർത്തകി നൃത്തം ചെയ്യുമ്പോൾ അവിടെ പ്രദർശനം വന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ ശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ ആവശ്യമില്ല എന്നൊരു തോന്നലിൽ നിന്നായിരിക്കാം ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ ഇന്നും പുറം ലോകം കാണാതെ പോയത്. കാരണം കല പ്രകടനത്തിനുള്ളതാണ്. പ്രകടനത്തിനുള്ള ആർജവം എത്തുന്നതോടുകൂടി അവയുടെ അടിസ്ഥാനപരമായ പ്രമാണ ഗ്രന്ഥങ്ങൾ നോക്കേണ്ടി വരുന്നില്ല. ഇതെല്ലാം ശാസ്ത്രീയ ഗ്രന്ഥങ്ങളുടെ ചോർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടാകാം. നന്ദികേശ്വരനാൽ വിരചിതമായ 900-ൽ പരം ശ്ലോകങ്ങളുള്ള ഗ്രന്ഥമാണ് ഭരതാർണവം. 15 അധ്യായങ്ങളാണ് ഭരതാർണവത്തിന് ഉള്ളത്. കരചരണങ്ങളുടെ കൃത്യതയും അംഗോഭാഗങ്ങളുടെ മനോഹാരിതയും വിവിധ താളപ്രകരണങ്ങളിലൂടെ ഉണ്ടാകുന്ന അച്ചടക്കവും നിയതവും നിശ്ചിതവുമാക്കാൻ ഭരതാർണവത്തിന് സാധിക്കുന്നു. ഇവിടെ എല്ലാ അധ്യായത്തിന് ശേഷവും ഹസ്തലക്ഷണ ദീപിക, സംഗീത രത്നാകരം, അഭിനയ ദർപ്പണം, നാട്യശാസ്ത്രം എന്നീ ഗ്രന്ഥങ്ങളെല്ലാം എടുത്തു വെച്ചുകൊണ്ട് എല്ലാ ചാപ്റ്റേഴ്സിന്റെയും അവസാന ഭാഗത്ത് ശ്രീ സജിനി സാറിന്റെ പഠനങ്ങളുണ്ട്. അതീവ പ്രസക്തമായ ഭാഗങ്ങളാണ് അവ. കാരണം ഒരു ഗ്രന്ഥത്തിലെ വിവർത്തനം ചെയ്യുമ്പോൾ ആ വിവർത്തനം കഴിഞ്ഞതിന് ശേഷം അത്തരത്തിൽ ഒരു താരതമ്യ പഠനം ചെയ്യുക എന്ന് പറയുന്നത് അതീവ സവിശേഷകരമായ ഒന്നാണ്. അതിൽ നിന്ന് അതിൽ ഭരതാർണവം മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, എങ്ങനെ സാമ്യതയുള്ളതായിരിക്കുന്നു എന്നെല്ലാം അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആയതിനാൽ പല സ്ഥലങ്ങളിലും പുതിയ പുതിയ കാഴ്ചയ്ക്ക് വഴിയൊരുക്കുന്നതായി തോന്നി. അതും ഇനി വരുന്ന ഗവേഷകർക്ക് ധൈര്യപൂർവം നടക്കാനുള്ള വഴിയായിട്ടാണ് എനിക്ക് തോന്നിയത്. നൃത്ത പഠിതാക്കൾക്കും കലാനിരൂപകർക്കും കലാ ആസ്വാദകർക്കും കലാപുരോഹികൾക്കും ഒക്കെ ഈ ജാലകത്തിലൂടെ പുതിയ കാഴ്ചകൾ കാണാൻ അവസരം ഉണ്ടാകട്ടെ. സർവാംഗീണമായ നാട്യശാസ്ത്രത്തിന്റെ വ്യാപ്തി വളരെ വലുതാണ്.
നാട്യശാസ്ത്രത്തിൽ നൃത്തത്തിനെ നാട്യത്തിന്റെ അംഗമായാണ് ഭരതമുനി പറഞ്ഞിരിക്കുന്നത്. അസ്യ ശാഖാച നൃത്തം ച തഥൈവാങ്കുര ഏവ ച എന്നും ഈ നാട്യത്തിൽ നൃത്തത്തെ കൂടി ഉൾപ്പെടുത്തിയാലേ നാട്യം പൂർണ്ണമാകൂ എന്നുകൂടി ഭരതമുനി നാട്യശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഭരതാന്തരത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ആ ഒരു ഒറ്റ ശാഖ അല്ലെങ്കിൽ ആ ഒരു അവയവം എടുത്തുകൊണ്ട് അതിലെ സ്വതന്ത്രമായ ഒരു കലയിലൂടെ വികസിപ്പിക്കാനാണ് നന്ദികേശ്വരൻ ശ്രമിച്ചത്. സാമൂഹികപരമായ കാഴ്ചപ്പാടുകളും സൗന്ദര്യ നിലപാടുകളും നൃത്തത്തിന്റെ ഭാവാഭിനയത്തെയും ആംഗികാഭിനയത്തെയും ഏറെ സ്വാധീനിക്കുന്നുണ്ടെങ്കിലും നർത്തകനും പ്രേക്ഷകനും ഒരുപോലെ അനുഭവവേദ്യമാകുന്ന ഒരു തലത്തിലൂടെയാണ് ഇന്ന് നൃത്തകല കടന്നു പോകുന്നത്. കൃത്യതയുള്ള താളക്രമത്തോടെയും ഗീതത്തിലൂടെയും അതിനനുകൂലമായിട്ടുള്ള കരചലന വിന്യാസങ്ങളിലൂടെയും ഒക്കെ നൃത്തം ചെയ്യുമ്പോഴാണല്ലോ ഭാവസംവേദനം ഉണ്ടാകുന്നത്. അതിന് ശാസ്ത്രഗ്രന്ഥങ്ങളുടെ സമഗ്രമായ പഠനം അത്യാവശ്യമാണ്. യേശുദാസ് വിരചിതമായ ഭരതാന്തരത്തിന്റെ 2 വിവർത്തനങ്ങളാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അത് സരസ്വതി മഹാൽ ലൈബ്രറി തഞ്ചാവൂരിൽ നിന്നും ഡോക്ടർ കെ വാസുദേവ ശാസ്ത്രികൾ എഡിറ്റ് ചെയ്തിട്ടുള്ള തമിഴിലും ഇംഗ്ലീഷിലുമുള്ള ഒരു വിവർത്തനം, പിന്നീട് ഹിന്ദിയിലുള്ള വാചസ്പതി ഗൗറോളയുടെ മറ്റൊരു വിവർത്തനം. ഇതാദ്യമായാണ് മലയാള ഭാഷയിൽ ഭരതാന്തരത്തിന് ഒരു വിവർത്തനം ഉണ്ടാകുന്നത് എന്നത് ഏറെ സന്തോഷവും അതിലേറെ അഭിമാനവും തോന്നുന്ന നിമിഷങ്ങളാണ്. അതിൽ എനിക്കും ഒരു ഭാഗമാകാൻ സാധിച്ചു എന്നുള്ളതിൽ ഏറെ സന്തോഷം. സാറിനോടുള്ള ഒരുപാട് നന്ദി അറിയിച്ചുകൊള്ളുന്നു. നർത്തനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ശാസ്ത്രഗ്രന്ഥമാണ് നന്ദികേശ്വരന്റെ ഭരതാന്തരം. നൃത്തത്തിന്റെ സുന്ദരമായ ശരീരഭാഷയ്ക്കും ഭാവപ്രപഞ്ചത്തിനും വേണ്ട എല്ലാ വ്യാപാരങ്ങളും ഭരതാന്തരത്തിലുണ്ട്. കാലം എത്ര കഴിഞ്ഞാലും നൃത്തത്തിന്റെ സൗന്ദര്യത്തെ ഒട്ടും ചോർന്നു പോകാതെ സദസ്സിൽ അവതരിപ്പിക്കാൻ ഇതിലൂടെ ഈ ഭരതാന്തരത്തിലൂടെ നർത്തകർക്ക് സാധിക്കുന്നു. ഇപ്പോൾ പ്രചാരത്തിലുള്ള ദേശി മുതലായ രൂപങ്ങളിലൂടെ ഒക്കെ വന്ന അർജുന നൃത്തമായാലും ഏത് നമ്മൾ കാണുന്ന നാടൻ കലാരൂപങ്ങളും ശാസ്ത്രീയ നൃത്തങ്ങളും ഒക്കെ നേരത്തെ ടീച്ചർ സംസാരിച്ചപ്പോൾ പറഞ്ഞു, നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ ഈ ഗ്രന്ഥത്തിനെയാണ് പിന്തുടരുന്നത് എന്നറിയുമ്പോൾ വളരെയധികം വിസ്മയം തോന്നി. കാരണം ഹസ്തങ്ങളൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ നൃത്തം പഠിക്കുമ്പോൾ അവിടെ പഠിപ്പിച്ചിട്ടുള്ള സംയുക്തഹസ്തങ്ങളും അസംയുക്തഹസ്തങ്ങളും എല്ലാമാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. അങ്ങനെ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ കലാരൂപങ്ങളെ കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു കലാസമൂഹത്തെയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുക. അവർക്കെല്ലാവർക്കും തന്നെ നൃത്ത പഠിതാക്കൾക്കും കലാപ്രതിനിധികൾക്കും ഗവേഷകർക്കും ഒക്കെ ഈ ഒരു വ്യാഖ്യാനം ആശ്രയവും സഹായവും ആകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നന്ദികേശ്വരനാൽ വിരചിതമായ ഈ ഭരതാന്തരം 15 അധ്യായങ്ങളാണ് ഇതിലുള്ളത്. ആദ്യത്തെ 1 മുതൽ 4 വരെയുള്ള അധ്യായത്തിൽ ഹസ്തങ്ങളാണ് പറയുന്നത്. അതായത് 1-ാം അധ്യായത്തിൽ അസംയുക്ത ഹസ്തങ്ങളും 2-ാം അധ്യായത്തിൽ സംയുക്ത ഹസ്തങ്ങളുമാണ്. അസംയുക്ത ഹസ്തങ്ങൾ എന്ന് വെച്ചാൽ ഒരു കൈ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന മുദ്രകളെയാണ് അസംയുക്ത ഹസ്തങ്ങൾ എന്ന് പറയുന്നത്. അത് പതാക, ത്രിപതാക, അർദ്ധപതാക തുടങ്ങിയ 27 മുദ്രകളാണ് ഇവിടെ പറയുന്നത്. 2-ാം അധ്യായത്തിൽ സംയുക്ത ഹസ്തങ്ങളാണ്. ഇരു കൈകളും ചേർത്ത് ചെയ്യുന്ന മുദ്രകളെയാണ് സംയുക്ത ഹസ്തങ്ങൾ എന്ന് പറയുന്നത്. 16 മുദ്രകളാണ് ഇവിടെ പറയുന്നത്. 3-ാം അധ്യായത്തിൽ നൃത്തഹസ്തങ്ങൾ, 4-ാം അധ്യായത്തിൽ ഹസ്തവിനിയോഗം എങ്ങനെ വേണമെന്ന് വിശദമായി പറയുന്നു. ഇത്തരത്തിൽ ഒരുപാട് 4-ഉം 5-ഉം അധ്യായങ്ങൾ എടുത്തുകൊണ്ട് തന്നെ ഹസ്തത്തിനെ വിവരിച്ചിട്ടുണ്ട് നന്ദികേശ്വരൻ. ഹസ്തങ്ങളെ പറ്റി വളരെ ഗഹനമായ വിശദമായ ഒരു ശ്രേണിയെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. 5-ാം അധ്യായത്തിൽ സ്ഥാനകങ്ങളെ പറ്റിയാണ് പറയുന്നത്. സ്ഥാനകങ്ങൾ എന്ന് വെച്ചാൽ വിവിധ തരത്തിലുള്ള പോസുകളെ ആണ് സ്ഥാനകങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 7-ാം അധ്യായത്തിൽ വളരെ വിശിഷ്ടമായ താളപ്രകരണങ്ങളാണ് ഇവിടെ പറയുന്നത്. 108 താളങ്ങൾ, ശരിക്കും പറഞ്ഞാൽ 112 താളങ്ങളെ ഇവിടെ നന്ദികേശ്വരൻ പറയുന്നുണ്ട്. നാട്യശാസ്ത്രത്തിൽ മാർഗതാളങ്ങളായി ചഞ്ചകുടം, ചാഞ്ചകുടം തുടങ്ങിയ 5 താളങ്ങളെ പറയുമ്പോൾ ഭരതാന്തരത്തിൽ 112 താളങ്ങളെ ലക്ഷണ സഹിതം എടുത്തു പറയുന്നു. സാറുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭാഗമായിരിക്കണം ഇത്. കാരണം താളങ്ങളുടെ വക്താവാണ് ശ്രീ സജീവ് സാർ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. താളങ്ങളിലേക്കുള്ള
ഒരു യാത്രയുടെ ഭാഗമായിരിക്കാം സാറിനെ ഈ ഒരു ഭരതാനാട്യത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു 9 വർഷങ്ങൾക്ക് മുമ്പാണ് സാർ എന്നോട് ഭരതാനാട്യത്തെ പറ്റി സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അന്ന് മുതലേ സാറ് ഇതിന്റെ പുറകിലുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്നും മനസ്സിലാക്കാനുള്ളത്. 8ാം അധ്യായം ചാരി ലക്ഷണമാണ്. സഞ്ചരിക്കുന്നവയാണ് ചാരികൾ. അത് ആകാശചാരികളെയും ഭൂചാരികളെയും 2ആയി തരംതിരിച്ച് ഒരുപാട് ചാരികളെ പറ്റി ഇവിടെ പറയുന്നു. അതായത് നൃത്തം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന മൂവ്മെന്റ്സിനെയാണ് ഈ ചാരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 9 മുതൽ 13 വരെയുള്ള അംഗങ്ങളാണ് ഏറെ വിശിഷ്ടം. കാരണം അവിടെയാണ് അംഗഹാര പ്രകരണം പറയുന്നത്. 9ാം അധ്യായം അംഗഹാരങ്ങളെ പറ്റി നാട്യശാസ്ത്രത്തിൽ ഭരതമുനി പറയുന്നുണ്ട്. പക്ഷേ അംഗഹാരങ്ങളെ രസവുമായി കണക്ട് ചെയ്യുന്നു എന്നുള്ളത് ഭരതാനാട്യത്തിൽ മാത്രമേ കാണാൻ സാധിച്ചിട്ടുള്ളൂ. അത് ഗ്രന്ഥത്തിന്റെ വലിയൊരു പ്രത്യേകതയാണ്. 9, 10, 11, 12 തുടങ്ങിയ അധ്യായങ്ങളിലായി ശുദ്ധനാട്യം, താണ്ഡവം, സപ്തലാസ്യം തുടങ്ങിയവയെല്ലാം വിവരിച്ചിട്ടുണ്ട്. നമ്മൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന നൃത്തരൂപത്തിന്റെ ഒരു ആപ്ലിക്കേഷൻ ഫോമാണ് ഈ 4 അധ്യായങ്ങളിലൂടെ വരുന്നത്. ഇപ്പൊ ഭരതനാട്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇത് എങ്ങനെയാണ് ഈ ശൃംഗനാട്യങ്ങൾ നന്ദികേശ്വരൻ പറഞ്ഞതനുസരിച്ച് ഭരതനാട്യം ഈ നൃത്തരൂപേണ ഈ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത് എന്ന് കാണാനൊരു കൊതി തോന്നി. അത്തരത്തിൽ ഗവേഷകർക്കും നർത്തകികൾക്കും ഒക്കെ പുതിയ ഒരു തലത്തിലേക്ക് വെളിച്ചം വീശുന്ന ഈ അധ്യായങ്ങളാണ് ഇപ്പൊ 12 വരെ പറഞ്ഞിരിക്കുന്ന ഈ അധ്യായങ്ങൾ. 13ാം അധ്യായത്തോടുകൂടി സപ്തലാസ്യങ്ങൾ പറയുന്നു. 14ാം അധ്യായത്തിൽ ശുദ്ധ, ദേശി, താണ്ഡവ ഭേദങ്ങൾ, ചാരി, താളം, ശബ്ദം, തത്തേ, തോന്നം എന്നൊക്കെ താളത്തിന്റെയും ശബ്ദത്തിന്റെയും നൃത്തത്തിന്റെയും ഒക്കെ നിർവചനങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. 15ാം അധ്യായത്തിൽ പുഷ്പാഞ്ജലി വിധിയാണ്. പുഷ്പാഞ്ജലി എങ്ങനെ ചെയ്യണം, അതായത് രംഗപൂജ എങ്ങനെ ചെയ്യണം, ഏതേതോ പുഷ്പങ്ങൾ നമ്മൾ ഉപയോഗിക്കണം, അത് മനുഷ്യരുടെ പൂജയാകാം, ദൈവങ്ങളുടെ പൂജയാകാം, ദേവന്മാരുടെ പൂജയാകും. ഓരോരുത്തർക്കും പ്രത്യേകമായി എങ്ങനെ രംഗത്ത് അവതരിപ്പിക്കണം, ഓരോ പൂക്കളുടെ ഇമ്പോർട്ടൻസിനെയും കുറിച്ചുമൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇത്തരത്തിൽ നൃത്തത്തിന്റെ സമഗ്രമായ പദ്ധതികളെ വിവരിക്കുന്ന ഭരതാർണവം വ്യാഖ്യാനിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ശ്ലോകാനുശ്ലോകം അല്ലെങ്കിൽ പദാനുപദം വ്യാഖ്യാനിച്ചു പോയാലും ഗ്രന്ഥം ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ആകുമായിരുന്നു. പക്ഷേ ഇവിടെ 2-3 ചുവടുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ശ്രീ സജിനി സാർ. കാരണം ഓരോ ചാപ്റ്ററിന്റെയും അവസാനം ഹസ്തലക്ഷണ ദീപികയെയും അഭിനയ ദർപ്പണത്തെയും നാട്യശാസ്ത്രത്തെയും കുറിച്ച് അവയിൽ എങ്ങനെയാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ അവയിൽ എങ്ങനെയാണ് ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന അദ്ദേഹത്തിന്റെ താരതമ്യ പഠനം എടുത്തു പറയാതെ വയ്യ. അദ്ദേഹത്തിന്റെ ഒരു ഗവേഷണ ബുദ്ധിയെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു ഗവേഷണ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ഈ പറഞ്ഞ കലാശാസ്ത്ര ഗ്രന്ഥങ്ങളെ കുറിച്ചൊക്കെയുള്ള ഒരു സമഗ്രമായ ചിന്തയും അവയുടെ വീക്ഷണവും എല്ലാം ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ സംയുക്ത മുദ്രകൾ, അസംയുക്ത മുദ്രകൾ ഇവയൊക്കെ പറയുന്ന സ്ഥലത്ത് മറ്റു ഗ്രന്ഥങ്ങളെ എല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ അദ്ദേഹം ഈ ഗ്രന്ഥകർത്താവിനെ പറ്റിയോ അല്ലെങ്കിൽ ഗ്രന്ഥത്തിന്റെ കാലപ്പഴക്കത്തെ പറ്റിയോ ഒന്നും കൂടുതൽ ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നതായി തോന്നിയില്ല. കാരണം അതിനേക്കാളൊക്കെ ഉപരി ഈ ഗ്രന്ഥത്തിന്റെ വിഷയത്തിനാണ് പ്രാധാന്യം എന്നുള്ള ഒരു വീക്ഷണകോണിൽ നിന്നുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ റിസർച്ചിനൊക്കെ എടുക്കുമ്പോൾ എനിക്കൊക്കെ ചിലപ്പം സംഭവിക്കുന്ന കാര്യമാണ്, ഏതെങ്കിലും ഒരു വിഷയം എടുക്കുമ്പോൾ അതിന്റെ വഴിയെ പോകും. കൃത്യമായ നമ്മുടെ ഒബ്ജക്റ്റീവിൽ നിന്ന് മിക്കപ്പോഴും വ്യതിചലിച്ചു പോകാറുണ്ട്. ഇപ്പൊ സാറാണെങ്കിൽ അത് കൃത്യമായി അവിടെ നിന്നും വ്യതിചലിക്കാതെ അത്തരത്തിലുള്ള ചർച്ചകളെയൊക്കെ അവസാനിപ്പിച്ച് ഈ പാഠ്യ വിഷയത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ അദ്ദേഹം എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. പലപ്പോഴും ഗ്രന്ഥകർത്താവിന്റെ കാലഗണനയെയും പുസ്തകത്തിന്റെ കാലപ്പഴക്കത്തെയും ഒക്കെ കുറിച്ചുള്ള നിരവധി വാദപ്രതിവാദങ്ങൾ ഉണ്ടാവുകയും പിന്നീട് ആ വാദപ്രതിവാദങ്ങളുടെയൊക്കെ പുറകെ പോവുകയും ചെയ്യാനുള്ള ഒരു ടെൻഡൻസി റിസർച്ചിലും വിവർത്തനത്തിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. പക്ഷേ ഇവിടെ അതൊന്നുമില്ലാതെ വളരെ ശ്രദ്ധാപൂർവം അദ്ദേഹത്തിന്റെ ബുദ്ധിയുടെ വളരെ ഗവേഷണ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥം വിവർത്തനം ചെയ്തിട്ടുള്ളതായി തോന്നുന്നു.
മറ്റു ഗ്രന്ഥങ്ങളെ പറ്റി പറയുമ്പോൾ ഭരതാർണവത്തിൽ നിന്ന് ഇങ്ങോട്ടെടുത്തതാണോ ഇതിൽ നിന്നും അങ്ങോട്ടെടുത്തതാണോ എന്നൊക്കെ ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഫാക്ട്സ് ഉള്ള ഒരു ഗ്രന്ഥം കൂടിയാണിത്. കാരണം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അർണവമാണ്, ഭരതന്റെ അർണവമാണ്, സമുദ്രമാണ്. ഒരുപാട് കണ്ടന്റുകൾ അതിൽ ഓരോ ഒരു കോടാനുകോടി ജല തുള്ളികൾ ഉള്ള സ്ഥലത്ത് നിന്ന് ഒരു തുള്ളി എടുത്താൽ അത് തന്നെ ഒരു റിസർച്ചിന്റെ ടോപ്പിക്കായിട്ട് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള വിഷയങ്ങളാണ് ഇവിടെ ഉള്ളത്. അത്തരത്തിൽ കൂടുതൽ എന്താ പറയുക ചർച്ചകളിലേക്ക് പോകാതെ ഈ വിഷയത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ അദ്ദേഹം ഏറെ ശ്രമിച്ചിട്ടുണ്ട്. നാട്യശാസ്ത്രമായി ബന്ധപ്പെടുത്തി പറയുന്ന പല ഭാഗങ്ങളിലും നാട്യശാസ്ത്രം അതിൻ്റെ ഓരോ കാര്യത്തെയും നാട്യത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളതുപോലെ ഭരതാർണവത്തിലെ ഓരോ കാര്യത്തെയും നർത്തനത്തിലേക്ക്, നൃത്തത്തിലേക്ക് കണക്ട് ചെയ്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നൃത്തനാട്യ സംബന്ധികളായി വരുന്ന മാറ്റങ്ങൾക്ക് വേണ്ടി രചിക്കപ്പെട്ടത് എന്ന നിലയിൽ അവയെ കാണാൻ ശ്രമിച്ചിട്ടുമുണ്ട് എന്നത് വലിയ കാര്യം തന്നെയാണ്. ഈ നാട്യശാസ്ത്രമാണെങ്കിലും ഭരതാർണവമാണെങ്കിലും ഈ രണ്ട് ഗ്രന്ഥങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ കുറെ കൂടി വ്യക്തമാക്കുന്നു ഈ ഗ്രന്ഥത്തിലൂടെ ശ്രീ സജിനി സാർ എന്നത് വളരെ ഏറെ സവിശേഷമായ ഒരു കാര്യം തന്നെയാണ്. ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെ നൃത്തശാസ്ത്രങ്ങളുടെ വികാസം ഇനിയും ഒരുപാട് നടക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു വിചാരധാര കൂടി ഈ ഗ്രന്ഥത്തിലൂടെ വിവർത്തനകാരൻ ചെയ്തിട്ടുണ്ട്. ഇവയെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും ഇവയുടെ കൂടുതൽ ഗവേഷണ സാധ്യതകൾ കണ്ടെത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സാഫല്യം പോലെ തന്നെ. കാരണം ആസ് എ റിസർച്ചർ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇത് കുറച്ചുകൂടി ടഫാണ് ഭരതാർണവത്തിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത്. അഭിനയ ദർപ്പണം വളരെ ലളിതമായി, ഇപ്പം സംസ്കൃതം ആണെങ്കിൽ പോലും നമുക്കത് വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ ഭരതാർണവം അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്. കാരണം അത് ഒരു ലക്ഷണങ്ങൾ സൂത്രരൂപത്തിലാണ് അവതരിപ്പിക്കുന്നത്. വേറൊരു ശൈലിയാണ്. അതിന്റെ ലക്ഷണം നമ്മൾ അത് ആപ്ലിക്കേഷൻ ലെവലിൽ ചെയ്യാനറിയണം, സംസ്കൃതം അറിയണം, നൃത്തശാസ്ത്രത്തെ പറ്റി ബോധമുണ്ടാകണം, നൃത്തം എങ്ങനെയാണ് എന്നുള്ള ധാരണ ഉണ്ടാവണം. ഇതെല്ലാം ചേർത്ത് വെച്ചിട്ടേ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ പല പല സ്ഥലങ്ങളിലൊക്കെ സ്റ്റക്കായി നിന്നിട്ടുള്ളൊരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ഗ്രന്ഥം കിട്ടിയപ്പോൾ കുറച്ചുകൂടി അത് എന്താ പറയുക കൂടുതലായിട്ട് അതിനൊക്കെ പ്രകാശം ചൊരിയുന്നതായിട്ട് ആസ് എ റിസർച്ച് എനിക്ക് തോന്നി. പിന്നെ നാട്യശാസ്ത്രത്തിന് വിശാലിനി മാഷിന്റെ മലയാള വ്യാഖ്യാനം വന്നതോടുകൂടിയാണ് നമ്മൾ മലയാളികൾ പോലും നാട്യശാസ്ത്രത്തെ കൂടുതലായിട്ട് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ ഭരതാർണവത്തെ പറ്റി ഒരു ഗ്രന്ഥ വിവർത്തനം ഉണ്ടാകട്ടെ എന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത് സംസ്കൃതത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ കൂടുതൽ ആളുകളിലേക്ക് അത് എത്തില്ല. എപ്പോഴും നമുക്ക് ചവിട്ടി നിൽക്കാൻ ഒരു പ്ലാറ്റ്ഫോമോ ഒരു അടിസ്ഥാനപരമായ ഒരു കാര്യം ഉണ്ടാകണമല്ലോ. ഒരു കുടുംബത്തിൽ തന്നെ ഒന്നിൽ കൂടുതൽ വിളക്കുകൾ ഇരിക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്ന് വേണം പറയാൻ. ഇതിലേത് വിളക്ക് പിടിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ അന്ധകാരത്തെ മാറ്റണം എന്നുള്ളത് ആസ്വാദകന്റെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ തീർച്ചയായും ഈ ഒരു ദീപം, ഈ ഒരു പ്രകാശം പുതിയ പുതിയ വഴിയിലേക്ക് പ്രകാശം പരത്തും എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. എന്നെ ഇവിടെ വിളിച്ചതിൽ ഒരുപാട് നന്ദികൾ പറയുന്നു. താങ്ക് യു. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമേ തന്നെ ഇങ്ങനെയൊരു ചടങ്ങ് വിസ്മയകരമായ അറിവിൻ്റെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന രണ്ട് മഹാഗ്രന്ഥങ്ങളുടെ ഒപ്പം ഭരതാർണവത്തെ കൂടി ചേർത്ത് വെച്ച് അതിൻ്റെ പ്രകാശനം ഇവിടെ നിർവഹിക്കുന്നതിനും അങ്ങനെ ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നതിന് തീരുമാനിച്ച കളിയരങ്ങ് എൻ്റെ സ്വന്തം കുടുംബം തന്നെയാണ്. എങ്കിലും എൻ്റെ ഹൃദയം കൊണ്ട് കളിയരങ്ങിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമുക്ക് സമയം വളരെ വൈകിയിരിക്കുന്നു. ഇപ്പോൾ ജയചന്ദ്രൻ സാർ പറയുകയുണ്ടായി, ഞാൻ കെമിസ്ട്രിയാണ് പഠിച്ചതെങ്കിലും ഞാൻ ഇങ്ങനൊരു ഗ്രന്ഥം, അതായത് ഹിന്ദു കെമിസ്ട്രി എന്ന പുസ്തകം ഞാൻ ഇപ്പോഴാണ് വായിക്കുന്നത് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ യുക്തിഭാഷ ഇപ്പോൾ രാജശേഖരൻ സാറിന്റെ ഗ്രന്ഥവും ഇവിടുത്തെ എത്ര മാത്തമാറ്റിക്സ് പ്രൊഫസർമാർ അത് വായിച്ചിട്ടുണ്ടാകുമെന്ന് അറിയില്ല. അതേപോലെ തന്നെയാണ് ഭരതാർണവത്തിന്റെ അവസ്ഥ. കാരണം രേഷ്മ പറഞ്ഞല്ലോ, 19 കൊല്ലം മുമ്പ് രേഷ്മയോട് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് 9 കൊല്ലം മുമ്പ് രേഷ്മയോട് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് രേഷ്മ കേരളത്തിലെ കാലടിയിലും അതുപോലെ തന്നെ
ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഗ്രന്ഥത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഞങ്ങളാരും ഇത് കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. 1952 വാസുദേവ ശാസ്ത്രി എന്ന് പറയുമ്പോൾ വലിയ പണ്ഡിതൻ സരസ്വതി മഹാ ലൈബ്രറിയിൽ ഇത് വിവർത്തനം ചെയ്തു. സരസ്വതി മഹാ ലൈബ്രറി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പോകണം. കാരണം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് താളിയോലകൾ ഇനിയും ഗ്രന്ഥങ്ങളിലേക്ക് പകർത്താനായിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു കേരളത്തില് നമുക്ക് അതേപോലെ തന്നെയുള്ള ഒരു ഗ്രന്ഥശാല, അതേപോലെ തന്നെയുള്ള വലിയൊരു വൈജ്ഞാനിക വിനിമയം നടത്തക്ക രീതിയിൽ കേരളത്തിലൊരു സാധനം നമുക്ക് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. എന്തായാലും ഈ താളത്തിന്റെ ലോകത്തിലൂടെയാണ് ഇതിലേക്ക് ഞാൻ പ്രവേശിച്ചതെന്ന് എല്ലാവരും അത് തന്നെ പറയാറുണ്ടാകും. വാസ്തവത്തിലും അങ്ങനെ തന്നെയാണ്. അതില് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ കുറെ പ്രാമാണിക ഗ്രന്ഥങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ ആശാന്മാർ, അത് ഇവര് ഈ അഭിനവത്വം എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ കോട്ടയം മധ്യതിരുവിതാംകൂറിൽ മാത്രം ഒതുങ്ങി നിന്ന് ഒരു നാടൻ കലാരൂപത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്ന ആശാന്മാർ ഓലയില് ഈ സംസ്കൃതത്തിലെ താളലക്ഷണങ്ങൾ എഴുതി വെച്ച് ഇതിന്റെ നൊട്ടേഷൻ സഹിതം എഴുതി വെച്ചിട്ട് ഇവർക്ക് എവിടെ നീ വിവരം കിട്ടി എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് സംഗീത ചൂടാമണിയുടെ വ്യാഖ്യാനം കേരളത്തിലാണ് ആദ്യം ഉണ്ടാകുന്നത്. ഭണ്ഡാര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പുറത്തിറങ്ങിയിരിക്കുന്ന സംഗീത ചൂടാമണിയുടെ അതിന്റെ പ്രത്യേകത പറയുന്നത് മലയ ഭാഷയിൽ എഴുതപ്പെട്ടത് എന്ന് പറയുന്നു. അപ്പോൾ ഒരു കാലത്ത് ഈ പ്രാമാണിക ഗ്രന്ഥങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ പറയുന്ന ലക്ഷ്മിതാളമൊക്കെ നമ്മൾ നാടൻ താളം എന്ന് പറയും. പക്ഷെ ഈ ലക്ഷ്മിതാളമൊക്കെ സംഗീത ദർപ്പണം പോലെയുള്ള ഗ്രന്ഥങ്ങളിലുണ്ട്. അപ്പോൾ ഒരു കാലത്ത് കേരളത്തിലെ കലാകാരന്മാരും ഇവിടുത്തെ വൈജ്ഞാനിക സമൂഹവും വളരെ ആഴത്തിൽ ഈ ഗ്രന്ഥങ്ങളുമായി പരിചയിച്ചിരുന്നു എന്നുള്ളത് വളരെ ഉറപ്പാണ്. അത്തരം ഒരു സാംസ്കാരികമായ പശ്ചാത്തലത്തിന്റെ ഒരു നിഴൽ ഇവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ ഒരു വലിയ വിജയം. എല്ലാവരോടും എൻ്റെ അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഒന്നുകൂടി നന്ദി പറയുന്നു.